90% ഓഫ് ഏജിങ് സയൻസും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചുളിവുകളാവട്ടെ, വോളിയം ലോസ് ആവട്ടെ, അല്ലെങ്കിൽ സാഗിങ് ആവട്ടെ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ലെയേർഡ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് വന്നു. ഷീ ഈസ് ഓൾമോസ്റ്റ് 38 years ഓൾഡ്. അപ്പോൾ ഒരു ഡിലേയ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഫാമിലിയിലെ അവസാനത്തെ കുട്ടിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒത്തിരി ഏജ് ആയിട്ടിരുന്നപ്പോൾ ഉണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഷീ ഈസ് അൺമാരീഡ് ഓൾസോ. അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സാഗിങ് ആയിട്ടുള്ള സ്കിൻ, ഭയങ്കര ടയേർഡായിട്ടുള്ള ഫേസ്, ഭയങ്കര ഡൾ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഈ ഒരു ഏജിൽ, അതും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സ്ത്രീയും കൂടെയാണത്. അപ്പോൾ പറഞ്ഞു അച്ഛൻ ഒത്തിരി എന്നെ കൊഞ്ചിച്ചാണ് വളർത്തിയതൊക്കെ. അപ്പോൾ അച്ഛൻ റീസെൻ്റ്ലി മരിച്ചു. അപ്പം ആ ഒരു വിഷമത്തിൽ ഞാൻ കരഞ്ഞു. കണ്ണീരിങ്ങനെ തോരാതെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ആ സാഡ് ഫേസ് അങ്ങായി പോയതാണ്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഒരു മാരേജൊക്കെ നോക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഫേസിലൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഷീ റിയലൈസ്ഡ്. പണ്ടൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ അമ്മയും അച്ഛനൊക്കെ പറയും, അയ്യോ എന്തോ ചെയ്യാനാ, അവളുടെ മുഖം ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ മൂക്ക് അങ്ങ് ചപ്പിപ്പോയി, ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, ദൈവം തന്നത് നമ്മൾ മേടിച്ചു, അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന്. പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഫേസിലൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസ് വരുന്നത്. എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സ്കിന്നൊന്ന് ക്ലിയർ ആവണം, ആക്നെ ഉണ്ടെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഒരു മെലാസ്മയോ കരിമംഗല്യം പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകണം. അതിനപ്പുറത്തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് എനിക്ക് താടി കുറച്ചേ ഉള്ളൂ, ആ ഒരു ഗോൾഡൻ റേഷ്യോ വരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന എടുത്തൊരു ഇച്ചിരി ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ ഈ സാഗിങ് അങ്ങ് ക്യാമോഫ്ലാഷ് ചെയ്യാൻ പറ്റും. അത്രയും അധികം റിസർച്ച് ചെയ്ത് വരുന്ന പേഷ്യൻസും എനിക്കുണ്ട്. സോ ഈ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു, ഓൾ ഓഫ് എ സഡൻ ഇൻ എ സിംഗിൾ സെഷൻ ഒന്നും ചെയ്യേണ്ട, ഗിവ് സം ടൈം, സ്ലോലി, ഗ്രാജുവലി ആൻഡ് ഇവൻച്വലി ഗെറ്റ് ദ റിസൾട്ട്സ് എന്ന്. സോ ആ പേഷ്യൻറ്റിന് ഞാൻ ആദ്യം ബോട്ടോക്സ് ചെയ്തു. അപ്പോൾ അവരുടെ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് മാറിയപ്പോൾ അവരുടെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്തത് ത്രെഡ്സാണ്. ആ സാഗ് ചെയ്യുന്ന കവിളുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റഡ് അപ്പിയറൻസ് ആക്കാനും ഒരു കൊളാജൻ ബൂസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ത്രെഡ് ലിഫ്റ്റ് ചെയ്തത്. അത് ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ലിഫ്റ്റ് കിട്ടി. അപ്പോഴും കുറച്ചൊരു വോളിയം ലോസ് പോലെ ഫീൽ ചെയ്തു. ആൻഡ് വി ഡിഡ് ഫില്ലേഴ്സ്. അപ്പോഴത്തേനും ഫുൾ ഫേസ് ഒരു ഹാർമണി വന്നു. ആൻഡ് പേഷ്യൻ്റ് വാസ് ഹാപ്പി. അപ്പോൾ ആ ഒരു നല്ല ഒരു സമയം കടന്നു പോകുന്നു. സ്ലോലി, ഗ്രാജുവലി ആ ഒരു മെയിൻ്റനൻസ് തെറാപ്പി അതും അവർ കറക്റ്റായിട്ട് വന്നെടുക്കുന്നു. ആൻഡ് ഷീ ഈസ് മെയിൻറ്റെയിനിങ് ഇറ്റ് ഹാപ്പിലി. ഇതിലൊരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇനീഷ്യലി ഒരു ഹ്യൂജ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് അതിന് മെയിൻ്റനൻസും ഇല്ല, ഒന്നുമില്ല, ഒരു ഹോം കെയർ പോലും ഇല്ലാത്തൊരവസ്ഥ. അതൊരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്ന ആ ഒരു മണിക്കുള്ള വർത്തായിട്ടുള്ള റിസൾട്ട്സോ കിട്ടില്ല. എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നില്ലേ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മൂവ് എ ലിറ്റിൽ ബിറ്റ്, കുറച്ചൊരു എക്സസൈസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിലും മതി. അതുപോലെ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല സ്ലീപ്പ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറ്. സോ ദാറ്റ് അവരുടെ ആ ഒരു മൈൻഡിൻ്റെ ആ ബ്യൂട്ടി അവരുടെ ഫേസിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു പേഷ്യൻ്റുണ്ട്, ഒരു വിറ്റിലിഗോ ഒരു പേഷ്യൻ്റാണ്, വെള്ളപ്പാണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഓരോ വിറ്റിലിഗോ പാച്ചസിനും ഓരോ സ്റ്റോറി അതിൻ്റെ പിന്നിൽ പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര സന്തോഷം തരുന്ന സ്റ്റോറീസ് ഒന്നും ആയിരിക്കില്ല. എൻ്റെ മുന്നിൽ വന്നത് ഒരു യങ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു വർക്കിംഗ് വുമണാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പക്ഷേ ഷീ വാസ് ലിറ്ററലി ക്രൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് രണ്ട് കൈയുടെയും ആ അറ്റം വിരൽ മൊത്തം വെള്ളപ്പാണ്ടായി, അത് പെട്ടെന്ന് സ്പ്രെഡായി. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നോക്കി ഡോക്ടറെ, ഒന്നും ഫലിക്കുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഒന്നുമില്ല. അന്നേരം പറഞ്ഞു എൻ്റെ 6 വയസ്സുള്ള മോള് ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവൾ വളർത്തുന്നതെന്നറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ചോറ് വാരി കൊടുത്തപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു, എനിക്കും കൂടെ ഈ വെള്ളപ്പാണ്ട് വന്നാൽ എന്ത് ചെയ്യും അമ്മ വാരി തന്നാലെന്ന്. അപ്പോൾ ഷീ വാസ് ലൈക്ക് ഹാർട്ട് ബ്രോക്കൺ. അത് കേട്ടപ്പോൾ നമുക്കും കുറച്ചൊരു വിഷമം തോന്നി ഒരു നിമിഷം. ബിക്കോസ് എന്തായാലും ഒരമ്മയല്ലേ, അത് ഒരമ്മയുടെ വിഷമമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലോലി ഗ്രാജുവലി നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മുടങ്ങിക്കിടന്ന ചികിത്സയാണ്, നമുക്ക് ഒരുപാട് കഷ്ടതയില്ലാതെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സി അത് റെസ്പോണ്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റ്ലിഗോ ആ നോർമൽ സ്കിൻ കളറുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അവിടെ മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്തു കൊടുക്കാം. പക്ഷേ പുതിയ പാച്ചസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ മാറണം, അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതുവരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടരാം. അപ്പോൾ പേഷ്യൻ്റ് വാസ് ലൈക്ക് ഒരു റേ ഓഫ് ഹോപ്പ് കിട്ടിയതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ ഞാൻ നിർത്തിയ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, എനിക്കിപ്പം ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. നൗ ഷീ ഈസ് ആക്ച്വലി ഓൺ ട്രീറ്റ്മെൻറ്റ്, കുറേയേറെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളൊരു സ്ത്രീയാണ്, പക്ഷേ ആ ഫ്രീഡം എന്താണെന്നുള്ള ഒരു അനുഭവിച്ചറിയുന്നുണ്ട്. ബിക്കോസ് ഒരു പാച്ചും ഒരാളെയും ബി ഇറ്റ് എ മെയിൽ ഓർ എ ഫീമെയിൽ ആരെയും കൊണ്ട് ഒരു ഇരുട്ടത്തിരുത്തേണ്ട ഒരാവശ്യവും ഇല്ല. ഇന്നിപ്പോൾ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത എത്ര കേസസ് ആണെങ്കിലും നമുക്കത് ക്യാമോഫ്ലാഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരൊരു ജഡ്ജ്മെൻ്റാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കാണുന്ന എത്ര പേർക്ക് ഒരു ഫ്രണ്ടെങ്കിലും കാണും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അവരെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം വിശേഷങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.